മസിയായെ കാണുന്ന അവർക്കൊക്കെ അവരിങ്ങനെ കാത്തിരിക്കുന്ന ഒരു കാര്യമായിരുന്നു. മസിയായെ കാണണം, മസിയ വരും, മസിയായെ കാണണമെന്നുള്ളതായിരിക്കുന്നതല്ല. അപ്പം യോഹന്നാൻ സ്നാപകനെ കുറിച്ച് അവർക്ക് നല്ലപോലെ അറിയാം. ദൈവത്തിന്റെ പ്രവാചകനാണ്. ദൈവം യോഹന്നാൻ സ്നാപകൻ പറഞ്ഞ കാര്യം സത്യമാണ്. അതുകൊണ്ട് യോഹന്നാൻ സ്നാപകൻ പറഞ്ഞായിരിക്കുന്ന അനുസരിച്ച് അന്ത്രയോസും യോഹന്നാനും യേശുവിന്റെ പിന്നാലെ ചെല്ലുന്നു. പത്രോസിനെ പരിചയപ്പെടുത്തി കൊടുക്കുന്നു. പത്രോസിനെ കണ്ടതായ സമയത്ത് കർത്താവ് പറഞ്ഞായിരിക്കുന്ന വാക്കുകൾ നമുക്കറിയാം. നീ യോഹന്നാൻ മകന് ശിമോനാകുന്നു എന്ന് പറഞ്ഞിട്ട്, ഇനി നീ ശിമോൻ എന്ന് പറഞ്ഞാൽ അവനെ ഒരു സ്ഥിരതയില്ലാത്തതായിരിക്കുന്ന ഒരു അനുഭവമായിരുന്നു, ഒരാടുന്നതായിരിക്കുന്ന മനുഷ്യൻ. എന്നാൽ നീ ഇനിയും മേലാൽ നിന്റെ പേര് ഞാൻ മാറ്റുകയാണ്. നീ കേപ്പ എന്നായിരിക്കും നിന്റെ പേര് എന്ന് പറഞ്ഞാൽ പെട്രോസ് എന്ന് പറഞ്ഞാൽ ഉറപ്പുള്ളതായിരിക്കുന്ന മനുഷ്യൻ. പെട്ര എന്ന് പറഞ്ഞാൽ പാറയെന്നാണ്. പെട്രോസ് എന്ന് പറഞ്ഞാൽ നല്ല ഉറപ്പുള്ളതായിരിക്കുന്ന ഒരു കല്ല് എന്നൊക്കെ ഉള്ളതായിരിക്കുന്ന നിലയിലാണ് പെട്രോസ് എന്ന്. ഇതിന്റെ പേര് ഞാൻ മാറ്റും എന്ന് പറഞ്ഞിട്ട് അവന് ശിമോൻ പത്രോസ് എന്നുള്ളതായിരിക്കുന്ന പേര് കർത്താവ് കൊടുക്കുന്നതായുള്ള ഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെ ശിമോനെ പത്രോസ് ആക്കി. അങ്ങനെ ശിമോൻ പത്രോസ് കർത്താവിന്റെ കൂടെ ശിഷ്യനായി വരുന്നതായുള്ള അനുഭവം നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മർക്കോസ് സുവിശേഷം എഴുതുന്നതായിരിക്കുന്ന സമയത്ത് മർക്കോസ് പറയുന്നു, തനിക്ക് ബോധിച്ചവരെ അവനെ അരികെ വിളിച്ചു അവരെ ശിഷ്യന്മാരായിട്ട് അപ്പോസ്തലന്മാരായിട്ട് തിരഞ്ഞെടുക്കുന്നതായുള്ള കാര്യം നമുക്ക് കാണുന്നു. അങ്ങനെ ബോധിച്ചവരെ തിരഞ്ഞെടുത്തായിരിക്കുന്ന സമയത്ത് നമുക്കറിയാം കർത്താവിന് വളരെ താല്പര്യമുള്ളതായിരിക്കുന്നതായുള്ള ആളുകളുടെ കൂട്ടത്തിൽ ഒന്നാമനായിരുന്നു ശിമോൻ പത്രോസ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. എന്ന് പറഞ്ഞാൽ ശിമോൻ ഇവരുടെ പേരുകൾ എഴുതുന്നതായിരിക്കുന്ന സമയത്ത് നമ്മൾ വചനത്തിൽ കാണുന്നത് ശിമോൻ പത്രോസിന്റെ പേരാണ് ഒന്നാമത്. ലൂക്കോസ് എഴുതുന്നതായിരിക്കുന്ന സമയത്ത് നമ്മൾ മനസ്സിലാക്കുന്ന ലൂക്കോസ് പറയുന്ന ശിമോൻ പത്രോസിന്റെ പേര് ഒന്നാമൻ എന്ന് ശിമോനെ കുറിച്ച് പറയുന്നുണ്ട്. അങ്ങനെ ശിമോൻ പത്രോസ് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനായിട്ട് തീരുന്നതായിരിക്കുന്നതായുള്ള ആ ഭാഗം നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതായിരിക്കുന്നതായുള്ള സത്യമാണ്. അങ്ങനെ ശിമോൻ പത്രോസ് കർത്താവിന്റെ കൂടെ വന്ന് കർത്താവിനെ അനുഗമിക്കുന്നതായുള്ള ആ ശ്രേഷ്ഠമായിരിക്കുന്ന ഭാഗമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതായുള്ള കാര്യം. അത് മാത്രമല്ല, മത്തായിയുടെ സുവിശേഷം 16-ാം അധ്യായം വായിക്കുന്ന സമയത്ത് അവിടെ പ്രത്യേകമായിട്ട് ശിമോൻ പത്രോസിനെ കുറിച്ച് കർത്താവ് പറയുന്നത്, കർത്താവ് അവർക്ക് പ്രത്യക്ഷനാകുന്നു എന്നായിരിക്കുന്ന ആ സമയത്ത് കർത്താവ് ശിഷ്യന്മാരോട് ചോദിച്ചു, മനുഷ്യപുത്രനെ കുറിച്ച് മനുഷ്യരെന്തോ പറയുന്നു? ഓരോ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു. രമ്യാവാന്ന് പറഞ്ഞു, പറയുന്നു. നിങ്ങൾ എന്നെ കുറിച്ച് എന്തോ പറയുന്നു? ശിമോൻ പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് ശിമോൻ പത്രോസ് കർത്താവിനെ കുറിച്ച് പറയാം. അവനെ കുറിച്ച് പറഞ്ഞിരിക്കുന്നതായുള്ള കാര്യം, സ്വർഗസ്ഥനായ പിതാവാണ് നിനക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്നു പറഞ്ഞിട്ട് അവനെ അവിടെ പിന്നീട് നമ്മൾ കാണുന്നതായിരിക്കുന്ന കാര്യം, സ്വർഗരാജ്യത്തിന്റെ താക്കോല് ഞാൻ നിനക്ക് തരുന്നു എന്ന് പറഞ്ഞിട്ട് സ്വർഗരാജ്യത്തിന്റെ താക്കോല് പത്രോസിനെ ഏൽപ്പിക്കുന്നു. സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. അതിന് ഫോൾസ് ഡോക്ടറിൻസ് ഒക്കെ കൊടുക്കുന്ന ആളുകളുണ്ട്. അത് പക്ഷേ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യം തുറന്നു കൊടുക്കുന്ന ആ അനുഭവം പത്രോസിനാണ് ദൈവം കർത്താവ് നൽകിയത് എന്ന് പറഞ്ഞ പെന്തക്കോസ്ത് നാളിൽ പത്രോസ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് പ്രസംഗിക്കുന്ന സമയത്താണ് സ്വർഗരാജ്യം തുറക്കപ്പെടുന്നത്. 3000-ഓളം ആളുകൾ സ്വർഗരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്നു. അങ്ങനെ യഹൂദന്മാരുടെ ഇടയിൽ, അവരെല്ലാം യഹൂദന്മാരായിരുന്നു, അവർ ആദ്യമായിട്ട് കർത്താവിനെ രക്ഷിതാവായി സ്വീകരിച്ചുകൊണ്ട് ദൈവഭാഗത്തേക്ക് വരുന്നതായുള്ള ആ ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവം നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നത്. അതിനുശേഷമായിട്ട് ജാതികൾക്ക് അവിടെ വലിയ പ്രശ്നം ഉണ്ടായ കാര്യമൊക്കെ നമുക്കറിയാമല്ലോ. ജാതികൾ എന്ന് പറഞ്ഞാൽ അന്ന് യെരുശലേമിൽ കൂടി വരുന്നവർക്ക് യഹൂദന്മാരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു, പരിച്ഛേദനയേറ്റവരായിരുന്നു, ന്യായപ്രമാണം പാലിക്കുന്നവരായിരുന്നു. എന്നാൽ ജാതികളിൽ നിന്ന് വന്നായിരിക്കുന്ന അവർക്ക് പരിച്ഛേദനമില്ല, ന്യായപ്രമാണം ഇല്ല, ഒന്നുമില്ല. അപ്പം യഹൂദന്മാരുടെ ഇടയിൽ ഒരു ചിന്തയുണ്ടായി, ഒരു യഥാർത്ഥ വിശ്വാസിയാണെങ്കിൽ ഇതുകൂടെ വേണം എന്നുള്ള ഒരു ചിന്തയുണ്ടായിരുന്നു. അത് വന്ന് അങ്ങനെ പഠിപ്പിക്കുന്ന ഒരു രീതി ഉണ്ടായിരുന്ന സമയത്ത് നമുക്കറിയാൻ കഴിയുന്നുണ്ട്, പത്രോസിനെയാണ് ദൈവം ഉപയോഗിച്ച് കൊർന്നല്യോസിന്റെ ഭവനത്തിലേക്ക് അയക്കുന്നു. അങ്ങനെ കൊർന്നല്യോസിന്റെ ഭവനത്തിൽ ചെല്ലുന്നു. ജാതികളുടെ ഇടയിൽ വലിയ മാറ്റം ഉണ്ടാകുന്നു. അങ്ങനെ ജാതികളുടെ ഇടയിൽ കൂടെ
സുവിശേഷം അറിയിക്കുന്നതിന് മുഖാന്തരമായി തീർന്നത് പത്രോസ് ആണെന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. അങ്ങനെ ദൈവം പത്രോസിനെ സ്വർഗരാജ്യത്തിന്റെ താക്കോൽ യഹൂദന്മാർക്കും അല്ലെ ജാതികൾക്കും ഒരുപോലെ തുറന്ന് കൊടുക്കുവാൻ ദൈവം ഉപയോഗിച്ചത് പത്രോസിനെയാണ്. പത്രോസിന് ആദ്യം കൊർന്നേലിയോസ് ഭവനത്തിൽ മടിയൊക്കെ ഉണ്ടായിരുന്നു, കാരണം അവൻ ഒരു യഹൂദനായിരുന്നു. പക്ഷേ അതൊക്കെ മാറിയിട്ട് വാസ്തവത്തിലും ദൈവരാജ്യത്തിന്റെ താക്കോല് എന്ന് പറഞ്ഞാൽ സ്വർഗരാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിച്ച് എല്ലാവരെയും സുവിശേഷത്തിലേക്ക് സ്വീകരിക്കുന്നതായുള്ള ഒരു പ്രത്യേകമായിരിക്കുന്ന അനുഭവമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നതായിരിക്കുന്നതായുള്ള സത്യം. അങ്ങനെ പത്രോസ് ഒരു പ്രധാന കണ്ണിയായി തീർന്നു ഇതായിരിക്കുന്നതായുള്ള അനുഭവമാണ് നമുക്കവിടെ മനസ്സിലാക്കാനായി കഴിയുന്നതായുള്ള കാര്യം. അപ്പോൾ പത്രോസിനോട് ചോദിക്കുന്നതായുള്ള കാര്യമാണ് കർത്താവോട് പ്രത്യേകമായിട്ട് പറയുന്നത്, നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിക്കുന്നതായുള്ള സമയത്ത് വാസ്തവത്തിലും അവന് കർത്താവിനെ സ്നേഹിക്കാൻ വളരെ കടപ്പെട്ടവനായിരിക്കുന്ന ഒരു ആളാണ്. കാരണം ദൈവം അതുപോലെ ഒന്നുമില്ലാത്ത സ്ഥാനത്ത് നിന്ന് ഉയർത്തായിരിക്കുന്ന ഉന്നതമായ സ്ഥാനത്തേക്ക് കൊണ്ടുവന്ന് ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനായിട്ടും ജാതികൾക്കും യഹൂദന്മാർക്കൊക്കെ ദൈവരാജ്യം തുറന്നു കൊടുക്കുന്നവനായിട്ടൊക്കെ വന്നായിരിക്കുന്നതായുള്ള ആ ശിമോനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഇപ്പൊ കർത്താവ് ചോദിക്കുന്നതായുള്ള യോഹന്നാന്റെ മകനായ ശിമോനെ, നീ എന്നെ വാസ്തവത്തിൽ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതായുള്ള ചോദ്യം. അവിടെ സ്നേഹം എന്നുള്ള വാക്ക് നമുക്കറിയാം, ഇംഗ്ലീഷിലും മലയാളത്തിലും ഒക്കെ സ്നേഹിക്കുന്നുണ്ടോ എന്നൊക്കെ പറയുന്നതല്ലേ. സ്നേഹം എന്നുള്ള വാക്ക് ലവ് എന്നാണ് ഇംഗ്ലീഷ് നമ്മൾ പറയുന്നത്. എന്നാൽ ഈ ഗ്രീക്ക് ഭാഷ വരുന്ന ആ സമയത്ത് ഒരു പ്രത്യേകമായിരിക്കുന്ന വാക്കാണ് അഗാപ്പെ എന്ന് പറയുന്നതായിരിക്കുന്ന വാക്കാണ്. അവിടെ നമുക്ക് ഡു യു ലവ് മീ മോർ ദാൻ ദീസ് എന്ന് പറഞ്ഞാൽ ദൈവസ്നേഹം നീ യഥാർത്ഥമായ പറഞ്ഞ് ആ ദൈവസ്നേഹത്തിൽ കൂടെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമുക്ക് കാണാൻ. കർത്താവ് ചോദിക്കുന്നത്, നീ എന്നെ വാസ്തവത്തിലും ദൈവസ്നേഹത്തിൽ കൂടെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതായുള്ള ആ ചോദ്യമാണ് അവിടെ കാണാൻ കഴിയുന്നത്. വാസ്തവത്തിലും ദൈവം നമ്മെ സ്നേഹിച്ചത് നമ്മളെ നല്ലവരായതുകൊണ്ടൊന്നുമല്ല, പാപികളും ശോധക്കളായിരുന്നായുള്ള നമ്മെ ദൈവം സ്നേഹിച്ചായിരിക്കും. ദൈവസ്നേഹത്തിന്റെ ശ്രേഷ്ഠത ഓർക്കുന്ന സമയത്ത് യെരമ്യാവിന്റെ പ്രവചനം വായിക്കുന്നുണ്ട്, നിത്യസ്നേഹത്താൽ ഞാൻ നിങ്ങളെ സ്നേഹിച്ചിരിക്കുന്നു എന്ന് പറയുന്നതായുള്ള ആ അനേക വാക്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പൊ ദൈവം നമ്മളെ സ്നേഹിച്ചത് നമ്മുടെ നന്മ കണ്ടുകൊണ്ടൊന്നുമല്ല. ദൈവം നമ്മെ സ്നേഹിച്ചായിരിക്കുന്ന സ്നേഹം അത് അതുല്യമാണ്, മാറാത്തതാണ്, നിത്യമായിരിക്കുന്ന സ്നേഹമാണ്. ഗലാത്യ ലേഖനം 2-ാം അധ്യായത്തിൽ 20-ാം വാക്യത്തിൽ ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു പൗലോസ് പറയുന്ന വാക്കുകൾ, ഇനി ജീവിക്കാൻ ഞാനല്ല, ക്രിസ്തു അതിൽ ജീവിക്കുന്നു, ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനുള്ള വിശ്വാസത്താൽ അത്രേ എന്ന് തിരുവചനം നമ്മൾ വായിക്കുന്നു. ഇപ്പോൾ ദൈവം എന്നെ സ്നേഹിച്ച സ്നേഹം എന്ന് പറയുന്നത് ഗോഡ് സോ ലവ്ഡ് ദ വേൾഡ്, ദൈവം നമ്മെ അത്രമാത്രം സ്നേഹിച്ചു. 3:16 നമുക്ക് മനപ്പാടം അറിയാം. അത്രമാത്രം സ്നേഹിച്ചെന്ന് പറഞ്ഞാൽ ഇതിന് അപ്പുറമായിട്ടൊരു സ്നേഹത്തെ കുറിച്ച് ചിന്തിക്കാൻ പോലും ഇല്ല. ദൈവം അത്രമാത്രം നമ്മെ സ്നേഹിച്ചായിരിക്കുന്നതായുള്ള ആ സ്നേഹത്തെ കുറിച്ചാണ് നമുക്കവിടെ കാണാൻ കഴിയും. അതുകൊണ്ട് കർത്താവ് ചോദിക്കുന്നത്, നീ എന്നെ ഏതെങ്കിലും വിധത്തിൽ സ്നേഹിച്ചാൽ പോരാ, നീ എന്നെ വാസ്തവമായിട്ടും ആ ദൈവസ്നേഹത്താൽ അഗാപ്പാലെ സ്നേഹത്തും കൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതായുള്ള ചോദ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നതായുള്ള കാര്യം. അതിന് ശിമോൻ പത്രോസ് ഒരു മറുപടി പറഞ്ഞു, കർത്താവേ നീ സകലം അറിയുന്നു, ആദ്യം ഞാൻ നിന്നെ സ്നേഹിക്കുന്നുണ്ടോ നീ അറിയുന്നല്ലോ എന്ന് പറഞ്ഞു. ആ സ്നേഹത്തിന് പത്രോസ് പറഞ്ഞായിരിക്കുന്നതായുള്ള വാക്ക് അഗാപ്പെ എന്നുള്ളതിന് പകരമായിട്ട് ഫിലിയോ എന്നുള്ളതായിരിക്കുന്ന മനുഷ്യ സ്നേഹം, ബ്രദർലി ലവ്, അതായത് സഹോദരന്മാർ തമ്മിലുള്ളതായിരിക്കുന്ന സ്നേഹം, അത് വലിയ സ്നേഹമാണ്. നമുക്കറിയാം യോനാഥാനും ദാവീദും തമ്മിലുള്ള സ്നേഹം വളരെ ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവമായിരുന്നു. പക്ഷെ കർത്താവ് അതല്ല ചോദിച്ചത്, നീ എന്നെ അഗാപ്പയല്ലോ ആ ദൈവസ്നേഹത്തെ കൊണ്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിക്കുന്നതായുള്ള ചോദ്യമാണ് ചോദിക്കുന്നത്. അവിടെ കർത്താവ് വളരെ ചോദിക്കുന്ന സമയം നോക്കാൻ നമുക്ക് സാഹചര്യം നല്ലപോലെ അറിയാം. അവര് ശിമോൻ പത്രോസ് അന്ന് സമയം വളരെ പോകുന്നില്ലേ, ശിമോൻ പത്രോസ് അവരുടെ കൂട്ടത്തിൽ ഒന്നാമനായിരുന്നു.
കർത്താവ് ഉയർത്തെഴുന്നേറ്റ് അവർക്ക് പ്രത്യക്ഷമായ പല പ്രാവശ്യം പ്രത്യക്ഷ. ഞാൻ പറഞ്ഞല്ലോ 7ാമത്തെ പ്രാവശ്യമാണ് ഇപ്പൊ ഇവിടെ ഇവർക്ക് പ്രത്യക്ഷനാകുന്ന ഒരു സാഹചര്യം. അങ്ങനെ പല പ്രാവശ്യം അവർക്ക് പ്രത്യക്ഷ ആയിട്ടുണ്ടെന്ന് വരികയിലും പത്രോസ് പറഞ്ഞു, ഐ ഗോ ഫിഷിംഗ്, ഞാൻ പിടിക്കാൻ പോവുകയാണെന്ന് പറഞ്ഞു. എന്നാൽ മീൻ പിടിക്കാൻ പോകുമെന്ന് പറഞ്ഞാൽ ലൂക്കോസ് 5-ാം അധ്യായത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്, അവര് പടകിൽ കയറി ഇരുന്നുകൊണ്ട് ദൈവവചനം പറഞ്ഞു. അവര് രാത്രി മുഴുവൻ അധ്വാനിച്ചൊന്നും കിട്ടിയില്ല. രാവിലെ വന്ന സമയത്താണ് കർത്താവ് പടകിൽ വല വീശുക എന്ന് പറഞ്ഞു. ഞങ്ങൾക്കൊന്നും കിട്ടിയില്ലെന്ന് അവർ പറയുന്നുണ്ട്. വലിയ മീൻകൂട്ടം കിട്ടി. അങ്ങനെയുള്ളതായിരിക്കുന്ന ആ സാഹചര്യത്തിൽ നമുക്ക് കർത്താവെ, ഞാൻ പാപിയായ മനുഷ്യൻ, എന്നെ വിട്ടു പോകണമെന്ന് പറഞ്ഞ അവന്റെ ഒന്നുമില്ലായ്മ മനസ്സിലാക്കി ദൈവത്തോട്, കർത്താവിനോട് വിട്ട് കർത്താവിനെ അനുഗമിച്ചായിരിക്കുന്ന ഒരു കൂട്ടം ആളുകളാണ് ഈ പത്രോസും ശിഷ്യന്മാരൊക്കെ. അപ്പൊ സകലവും വിട്ട് യേശുവിനെ മാത്രം മതി എന്നുള്ളതായിരിക്കുന്ന ആ ഒരു സമർപ്പണം നമുക്കറിയാൻ സാധിക്കും. ഇപ്പോഴ് ശിമോൻ പത്രോസ് പറയുന്നു, ഐ ആം ഗോയിങ് ഫിഷിംഗ്, ഞാൻ മീൻ പിടിക്കാൻ പോകാന്ന്. അപ്പം അവിടെ 7 പേരുണ്ടായിരുന്നു. അവരും പറഞ്ഞു ഞങ്ങളും വരുന്നെന്ന് പറഞ്ഞ് പിടിക്കാൻ പോകുന്നതായിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ എല്ലാം സാഹചര്യത്തിലാണ് കർത്താവ് അവരുടെ അടുത്തേക്ക് ചെന്നിട്ട് ചെല്ലുന്ന സമയത്ത് 21-ാം അധ്യായത്തിന് 5-ാം വാക്യത്തിൽ അവര് രാത്രി മുഴുവനും അധ്വാനിച്ച് ഒന്നും കിട്ടിയില്ല. കർത്താവ് അവരെ വിളിക്കുന്നു 5-ാം ചിൽഡ്രൻ എന്ന് പറഞ്ഞാൽ എന്തൊരു വാക്കാണത് എന്ന് പറഞ്ഞാൽ, ഒരു അപ്പൻ മക്കളെ സ്നേഹിച്ച് വിളിക്കുന്നതായുള്ള കുഞ്ഞുങ്ങളെ എന്നുള്ളതായിരിക്കുന്ന വിളിയോടുകൂടിയാണ് കർത്താവ് അവരുടെ അടുക്കിലേക്ക് ചെല്ലുന്നത്. ആ വിളി കേട്ടാൽ മതി, അവര് എല്ലാം തകർന്ന കർത്താവിന്റെ അടുക്കിലേക്ക്. അപ്പൊ വിളിച്ചിട്ട് കൂട്ടുവാൻ വല്ലതും ഉണ്ടോ, വല്ലതും കിട്ടിയോ, വല്ലതും ഉണ്ടോ എന്ന് ചോദിക്കുന്നു. അവര് പറയും ഒന്നുമില്ല. അപ്പൊ പറഞ്ഞു, വലത്ത് വശത്ത് വല വീശുക, കിട്ടും. അവർക്കറിയാം 153 വലിയ കിട്ടി കൊണ്ടുവന്നു. വന്നായിരിക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്ന കാര്യമാണ്, അവർ വരുന്ന സമയത്ത് അവർക്ക് ഇത് യേശുവാണെന്നൊന്നും ആദ്യം മനസ്സിലായില്ല. യോഹന്നാൻ ഇതിനിടെ ഒന്ന് നോക്കി കരയ്ക്ക് നിൽക്കുന്ന ആൾ ആരാണെന്ന് നോക്കിയപ്പോൾ യേശുവിനെ കണ്ടു. യോഹന്നാൻ പറഞ്ഞു, അതാ യേശു, നമ്മുടെ കർത്താവാണ് ആ കരയ്ക്ക് നിൽക്കുന്ന നമ്മളോട് ഈ തീക്കനൽ അവർക്ക് ആവശ്യമായിരിക്കുന്ന എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട്. തീക്കനലുണ്ട്, അപ്പമുണ്ട്, മീനുണ്ട്, ക്ഷീണിച്ചാണ്, തണുപ്പുണ്ട്. അങ്ങനെയുള്ള സമയത്ത് അവർക്ക് വേണ്ടത് എല്ലാം ആ സമയത്ത് കൊണ്ടുവന്ന് അവരുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതായുള്ള ഒരു പ്രത്യേകമായ സാഹചര്യമാണ് നമുക്കവിടെ. കർത്താവിന്റെ സ്നേഹം അവിടെ പ്രകടിപ്പിക്കുന്നതായുള്ള അനുഭവമാണ് ആദ്യം നമ്മളവിടെ കാണുന്നത്. അതിനുശേഷമാണ് ശിമോനെ നോക്കിയിട്ട് കർത്താവ് പറയാണ്, യോഹന്നാന്, സൈമൺ സൺ ഓഫ് ജോന, ലവ്സ് ദൗ മീ മോർ ദാൻ ദീസ്, ഇവയേക്കാൾ അധികമായിട്ട് ഈ വലയും മീനെയും ഈ പടകും ഇതിനാണോ ഇത് ഞാൻ നിന്നെ വിളിച്ചിരുന്ന, ഇതിനേക്കാൾ അധികമായി ശിമോൻ പത്രോസ് പതറുന്നു. എന്നാൽ 3 പ്രാവശ്യം ചോദിച്ചു. ഒരു പ്രാവശ്യം ചോദിച്ചാൽ മതി, എന്നെ സ്നേഹിക്കുന്നുണ്ടോ ചോദിച്ചാലും ഉത്തരം പറഞ്ഞപ്പം അതുകൊണ്ട് മതിയാക്കാം. 2ാം പ്രാവശ്യം തന്നെ ചോദിച്ചു. 3ാം പ്രാവശ്യം ചോദിച്ചു, നീ പറഞ്ഞായിരിക്കുന്ന ബ്രദർലി ലവ് ഉണ്ടല്ലോ, ആ സ്നേഹം കൊണ്ടുപോലെ നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോഴ് അവൻ ആകെപ്പാടെ അവന് ദുഃഖിക്കുന്നു, അവൻ കരയുന്നു. കർത്താവേ, നീ സകലവും അറിയുന്നു എന്ന് പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിൽ അവനെ സമ്പൂർണമായി സമർപ്പിക്കുന്നതായുള്ള ഒരു സാഹചര്യമാണ് നമുക്ക് അവിടെ കാണാൻ കഴിയുന്നതായുള്ള. അപ്പൊ നീ എന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് ചോദിച്ച സമയത്ത് അവന് ശരിയായ ഒരു മറുപടി പറയാൻ കഴിഞ്ഞില്ല. കാരണം അവനിപ്പോൾ ലോകത്തിന്റെ പിന്നാലെ പോയിരിക്കുക ചെയ്യുന്നത്. പടകും വലയൊക്കെ ആയിട്ട് മീൻ പിടിച്ച ഭൗതികമായ കാര്യങ്ങൾക്ക് വേണ്ടി പോകുന്നതായിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് കർത്താവ് പത്രോസിനെ എൻ്റെ അടുത്തിലേക്ക് ചെല്ലുന്നത്. ഇപ്പോഴ് പത്രോസ് കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു സറണ്ടർ, കർത്താവേ നീ സകലവും അറിയുന്നെന്ന് പറഞ്ഞ് അവന്റെ ദുഃഖം അവൻ പ്രകടിപ്പിക്കുന്നുണ്ട്. ഇതിനു മുമ്പൊന്ന് കരഞ്ഞതാണ്. 3 പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞ സമയത്ത് ഒഴുകുപോയി. ഒരു സമയത്ത്
അവന് മനസ്സിലായി കർത്താവ് പറഞ്ഞ കാര്യം സംഭവിച്ചല്ലോ എന്ന്. അവൻ പുറത്തിറങ്ങി കരയുന്നതായിരിക്കുന്നതായുള്ള ഒരു കാഴ്ച അതിനു മുമ്പ് നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെ ഇവിടെയും അവൻ ദുഃഖിക്കുന്നു, അവൻ കരയുന്നു പറഞ്ഞാൽ അവന്റെ ഹൃദയത്തിൽ ഒരു വലിയ മാറ്റം, ഒരു വലിയ തകർച്ച ഉണ്ടായിരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അപ്പൊ ജീവിതം അനുഗ്രഹിക്കപ്പെടണമെന്ന് നമ്മളെ മനുഷ്യരാണ്, നമ്മൾ ദൈവമക്കൾ എന്നൊക്കെ പറയുന്നതിലും ലോകത്താണ് ജീവിക്കുന്ന മനുഷ്യരാണ്. മനുഷ്യ ബലഹീനതകളെല്ലാം നമുക്കുണ്ട്. പക്ഷേ കർത്താവ് നമ്മളോട് ഇടപെടുന്നത് നമ്മളെ ആയിരിക്കുന്നിടത്ത് നിന്ന് തിരിച്ചു കൊണ്ടുവരാനായിട്ടാണ്. നമ്മുടെ കർത്താവ് നമ്മളെ സ്നേഹിക്കുന്നതുകൊണ്ട് നമ്മെ മടക്കി അവന്റെ കൊണ്ടുവന്ന് അവന് കൊള്ളാവുന്ന മാനപാത്രങ്ങളാക്കി തീർക്കുവാനായിട്ട് അവൻ നമുക്ക് വേണ്ടി ഓരോ സാഹചര്യങ്ങൾ ഒരുക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതായുള്ള കാര്യമാണ്. അതുകൊണ്ട് ശിമോൻ പത്രോസ് സമ്പൂർണമായ ഒരു സമർപ്പണത്തോടുകൂടെ കർത്താവിന്റെ സന്നിധിയിൽ വരുന്നതായുള്ള കാര്യമാണ് നമുക്കവിടെ കാണാൻ കഴിയുന്നതായുള്ള കാര്യം. അതിന്റെ ഫലമായിട്ട് നമുക്കറിയാൻ കഴിയുന്ന കാര്യമാണ് ആ ഒരു മനുഷ്യൻ, ഇത്ര ബലഹീനായിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യൻ സമ്പൂർണമായ ഒരു സമർപ്പണം ചെയ്തായിരിക്കുന്ന സമയത്ത് എങ്ങനെ ആ മനുഷ്യനെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് പിന്നീട് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്കറിയാവുന്ന കാര്യം നമ്മൾ പറഞ്ഞല്ലോ, പെന്തക്കോസ്ത് നാൾ മുതൽ വളരെ ശക്തമായിരിക്കുന്ന നിലയിൽ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ഒന്നാമനായിരുന്നു. ഇവിടെ വന്ന സമയത്ത് പൗലോസ് വരുന്നവരെയുള്ള ഈ സമയത്ത് ഈ വാസ് ദ ഓൺലി ലീഡർ. അങ്ങനെയുള്ള ഒരു നേതൃത്വത്തിലേക്ക് വന്നു. പിന്നീട് ദൈവം ഉപയോഗിക്കുന്നതായുള്ള അനുഭവം നമ്മൾ കാണാനായി സാധിക്കുന്നുണ്ട്. അവസാനം നമുക്കറിയാം, വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ലെന്ന് നമുക്കറിയാം, അവൻ കർത്താവിന് വേണ്ടി ക്രൂശ് വഹിക്കുന്നതായുള്ള, ക്രൂശിക്കപ്പെടുന്നതായുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. അപ്പോഴ് ശിമോൻ പത്രോസ് പറയുന്നത്, എൻ്റെ കർത്താവ് മരിച്ച പോലെ എനിക്ക് മരിക്കാനുള്ള അർഹതയൊന്നുമില്ല, എന്നെ തലകീഴാക്കി ക്രൂശിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കർത്താവിന് വേണ്ടി സമ്പൂർണമായ ഒരു സമർപ്പണത്തോടുകൂടെ അവന്റെ അന്നത്തെ ഭരണാധികാരികളൊക്കെ ക്രിസ്ത്യാനികൾക്കെതിരായിരുന്നു. ശിമോൻ പത്രോസിനെ അവർ പിടിച്ചു തലകീഴായി ക്രൂശിക്കുന്നതായുള്ള ഒരു സാഹചര്യം ഉണ്ടാകുന്നതായിട്ട് ചരിത്രം നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ നമ്മൾ തിരുവേദന പഠിക്കുന്ന സമയത്ത് ശിമോൻ പത്രോസിന് കർത്താവ് ചോദിക്കുന്നു, ലവസ്റ്റ് ദൗ മീ മോർ ദാൻ ദീസ്, ഇവരെക്കാളധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യത്തിന് നമുക്കറിയാം, പിന്നീട് നമ്മൾ നോക്കുമ്പോൾ അവൻ തെറ്റിപ്പോയ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. മനുഷ്യർക്ക് അതൊക്കെ സംഭവിക്കാവുന്നതാണ്. എന്നാൽ അവൻ മടങ്ങി വന്ന് വലിയ ശ്രേഷ്ഠമായിരിക്കും നേതൃത്വം ക്രിസ്തീയ സഭയ്ക്ക് നൽകുന്നു. ദൈവം ആ മനുഷ്യനിൽ കൂടെ ദൈവത്തെ സഭയെ അനുഗ്രഹിക്കുന്നു. അങ്ങനെയുള്ള ശ്രേഷ്ഠമായിരിക്കുന്ന അനുഭവങ്ങളെല്ലാം നമുക്ക് തിരുവചനത്തിൽ കൂടെ കാണാൻ കഴിയുന്നുണ്ട്. അങ്ങനെയുള്ള എന്തിനാണ് നമുക്ക് ചിന്തിക്കുന്ന ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ശോധന ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ്. നമ്മൾ ദൈവവചനം തന്നിരിക്കുന്ന നമ്മൾ തന്നെ ശോധന ചെയ്യുവാൻ, നമ്മുടെ വിശ്വാസത്തിലിരിക്കുന്നുവെന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യുവാനുള്ള അവസരമാണ് ദൈവം തന്നിരിക്കുന്നത്. നമുക്കറിയാം, ലോക സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ലോക സംഭവങ്ങൾ നമ്മൾ കാണുമ്പോൾ അധികം നാൾ ഇങ്ങനെ പോകത്തില്ല എന്നുള്ളത് നമുക്ക് നന്നായിട്ട് അറിയാം. ഇന്നത്തെ ഇസ്രായേലിന്റെ ചരിത്രം ഒരു കൊച്ചു രാജ്യം, കേരളത്തിന്റെ പകുതി പോലും ഇല്ലാത്തായിരിക്കുന്ന കൊച്ചു രാജ്യം, ആ ചുറ്റുപാടുമുള്ള അറബ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ വലിയ 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 രാജ്യങ്ങളാണ്. പക്ഷെ ഇറാനുമായിട്ടുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ചിന്തിക്കാൻ പോലും കഴിയത്തില്ല. അതിനെ തകർത്ത് കളഞ്ഞായിരിക്കുന്നവരെ അതൊക്കെ ദൈവം അവരിപ്പോഴും കർത്താവിനെ വിശ്വസിക്കുന്നില്ല എന്നുള്ള ഒരു കൂട്ടം ആളുകൾ വിശ്വസിക്കുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ്. പക്ഷെ ദൈവവചനത്തിന് യാതൊരു മാറ്റമില്ല. അബ്രഹാമിനെ ദൈവം വിളിച്ച് അബ്രഹാം തന്റെ മകനെ യാഗം കഴിക്കുന്ന സമയം കർത്താവിന്റെ സന്നിധി അവൻ സമർപ്പണം ചെയ്യുന്നു, കർത്താവിനെ അനുഗ്രഹിക്കുന്നു, അവനിൽ കൂടെ ഇസ്രായേലിനെ അനുഗ്രഹിക്കുന്നു, ലോകരാജ്യങ്ങളെ കൂടെ ക്രിസ്തു ലോകത്തിലേക്ക് വരുന്നു. അങ്ങനെ ലോകത്തിൻ്റെ അനുഗ്രഹമാക്കി തീർത്തായുള്ള ഒന്നാണ് ഇസ്രായേൽ എന്നുള്ളത് നമുക്കറിയാനായി സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇതൊക്കെ ചിന്തിക്കുന്നത് എന്തിനെന്ന് ചോദിച്ചാൽ, നമ്മുടെ ജീവിതത്തെ ഒന്ന് ചോദന ചെയ്തുകൊണ്ട് നാം വിശ്വാസത്തിലായിരിക്കുന്നുവോ, നാം കർത്താവിനെ വാസ്തവമായി സ്നേഹിക്കുന്നുണ്ട്. അഗാപ്പയിലാവും ആ സ്നേഹം പോലെ ഉള്ളതായിരിക്കും സ്നേഹമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. പക്ഷെ അതൊന്നും സാധിക്കുന്നില്ല. അവന് ഒരു സഹോദര സ്നേഹം അതെങ്കിലും ഉണ്ടോ എന്നാണ് കർത്താവ് ചോദിക്കുന്നത്. ആ സഹോദര സ്നേഹം ഉണ്ടോ? അവസാനമായി സമ്പൂർണമായ സമർപ്പണത്തോടുകൂടെ ദൈവസന്നിധിയിൽ വന്ന് തന്നെ താഴ്ത്തുന്ന ഒരു അനുഭവം കാണാൻ കഴിയുന്നത്. ഇതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാവുന്ന കാര്യങ്ങളാണ്. നമുക്ക് വിശദമായിട്ട് സംസാരിക്കാനായിട്ട് കഴിയും. പക്ഷേ സമയമില്ലാത്തതുകൊണ്ട് ഞാനിത് നിർത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. നമ്മുടെ ജീവിതം ദൈവത്താൽ അനുഗ്രഹിക്കപ്പെടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. I've tasted and seen of the sweetest of love, when my heart becomes free
and my shame